ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ ഡിഗ്രി ക്ലാസ്സിന്റെ അഥവാ കോസ്റ്റ് അക്കൗണ്ടിങ് ക്ലാസ്സിന്റെ ബാക്കി ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ മെറ്റീരിയൽസ് എന്നുള്ള 3rd ചാപ്റ്ററിന്റെ നല്ല പറഞ്ഞില്ലേ. അപ്പൊ ഇന്ന് നമുക്ക് പറയാനുള്ളത് നമ്മുടെ മെറ്റീരിയൽ കൺട്രോൾ കോസ്റ്റ് ആണ്. മെറ്റീരിയൽ കൺട്രോൾ കോസ്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ മെറ്റീരിയൽ കൺട്രോൾ കോസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 സ്റ്റേജിലൂടെയാണ് നടക്കുന്നത്. മെറ്റീരിയൽ കൺട്രോൾ കോസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സ്റ്റേജിലൂടെയാണ് നടക്കുന്നത്. ഏതൊക്കെയാണ് 3 സ്റ്റേജുകൾ? ഒന്ന് പർച്ചേസിങ്, 2 സ്റ്റോറേജ്, പിന്നെ 1 ഇഷ്യൂ. അപ്പോ എന്ത് ചെയ്യും? നമ്മള് ഈ മെറ്റീരിയൽസ് നമ്മൾ സപ്ലൈസിന്റെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നു. പിന്നെ അത് എന്ത് ചെയ്യുന്നു? നമ്മള് നമ്മുടെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പിന്നെ മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കായിട്ട് പ്രൊഡക്ഷന്റെ കാര്യത്തിന് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അത് ഇഷ്യൂ ചെയ്യുന്നു ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ടായിട്ട്. അപ്പോ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ കൺട്രോൾ കോസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇതിൽ തന്നെ നമ്മൾ ഈ പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ മെറ്റീരിയൽസിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ എപ്പോഴും അനാവശ്യമായിട്ടുള്ള പർച്ചേസിംഗ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് എപ്പോഴും ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണോ അത്രയും അത്യാവശ്യമായിട്ടുള്ളത് അതിനെ നമ്മൾ റൈറ്റ് ടൈമിൽ റൈറ്റ് ക്വാളിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ സെലക്ട് ചെയ്ത് എടുക്കാം നമുക്ക്. അപ്പൊ ആ ഒരു സംഭവം പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താ പറയാ, ഇവിടെ നമുക്ക് ഈ പർച്ചേസിംഗ് തന്നെ നമുക്ക് 2 ടൈപ്പിലുണ്ട്. സെൻട്രലൈസ്ഡ് പർച്ചേസിംഗും ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗും ഉണ്ട്. എന്താണ്? സെൻട്രലൈസ്ഡ് പർച്ചേസിംഗും ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗും ഉണ്ട്. ഈ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് കൺസേണിനെ സംബന്ധിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ മാനുഫാക്ചറിംഗ് കൺസേണിനെ സംബന്ധിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അതിന്റെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കാം. അങ്ങനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഈ ഒരൊറ്റ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനാണ് നമുക്ക് എന്ത് പറയുന്നത്? നമ്മുടെ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത്. ഇനി ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാനുഫാക്ചറിംഗ് കൺസേണിനെ സംബന്ധിച്ചിട്ട് അതിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള യൂണിറ്റുകൾ ഓരോ കാര്യങ്ങളും മെറ്റീരിയൽസും എന്ത് ചെയ്യാണ്? അവര് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയും. എങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ കോസ്റ്റ് പ്രോസസ് നടക്കുന്നത്? പർച്ചേസിംഗ്, സ്റ്റോറേജ്, ഇഷ്യൂ, ഇങ്ങനെ 3 സ്റ്റെപ്പിലൂടെയാണ് നടക്കുന്നത്. അതിൽ പർച്ചേസിംഗ് നമ്മൾ വീണ്ടും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? സെൻട്രലൈസ്ഡ് പർച്ചേസിംഗും ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗുമാണ്. സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള മൊത്തം മെറ്റീരിയൽസും എന്ത് ചെയ്യുന്നു? ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ചെയ്യുന്നു. അതല്ല ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും അതത് ഡിപ്പാർട്ട്മെന്റ് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യുന്നു. അതിനെ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയണമെങ്കിൽ നമ്മളെ മാനുഫാക്ചറിംഗ് കൺസേൺസിന്റെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സും ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സും അതിന് നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് ഉണ്ട്, സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് വിത്ത് സബ് സ്റ്റോഴ്സ് ഉണ്ട്. അഥവാ അതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ഇംപ്രസ്ഡ് സിസ്റ്റം എന്നുള്ള ഒരു പേരും കൂടിയുണ്ട്. അഥവാ എന്താണ്? നമ്മുടെ മൊത്തം ആ ഒരു കൺസേണിന്റെ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് മൊത്തം അഥവാ ആ കൺസേണിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഒരൊറ്റ ഭാഗത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് എന്ന് പറയും. അതെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിന്റെ അടുത്തായിട്ട് നമ്മൾ ഓരോ ചെറിയ സ്റ്റോഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡീസെൻട്രലൈസ്ഡ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് സ്റ്റോറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സും എന്നും. ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു കോംപ്രമൈസ് മെത്തേഡാണ്. സെൻട്രലൈസ്ഡ് മെത്തേഡും ഡീസെൻട്രലൈസ്ഡ് മെത്തേഡും രണ്ടും കൂടിയിട്ടുള്ള ഒരു കോംപ്രമൈസ് മെത്തേഡാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് വിത്ത് സബ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സിൽ നിന്നും എല്ലാ ഡിപ്പാർട്ട്മെന്റിലോട്ടും അല്ലെങ്കിൽ ഓരോ എന്താ പറയാ മറ്റേ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കും കൊണ്ടുപോകാനുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും എന്ത് ചെയ്യും? അതിനെ സബ് സ്റ്റോറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ സബ് സ്റ്റോറിലോട്ട് ആവശ്യമായിട്ട് ഉള്ള സാധനങ്ങള് മെറ്റീരിയൽസ് മെയിൻ സ്റ്റോറിൽ നിന്നും വലിയ സ്റ്റോറിൽ നിന്നും എന്ത് ചെയ്യും? ഒരു ഇപ്പൊ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെറ്റി ക്യാഷ് ബുക്ക് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെറ്റി ക്യാഷ് ബുക്ക് സിസ്റ്റത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു മാസത്തേക്കുള്ള
ഫസ്റ്റിൽ തന്നെ ഒരു എമൗണ്ട് ഒരു മാസത്തിന്റെ ഫസ്റ്റിൽ നമ്മൾ കൊടുക്കും, ഇത്ര എമൗണ്ട് എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ചെലവാകുന്ന എമൗണ്ട് ലാസ്റ്റ് അതിന്റെ ചെലവും ഇതും കഴിച്ചിട്ട് ലാസ്റ്റിൽ ബാലൻസ് ചെയ്തിട്ട് പിന്നെ അടുത്ത മാസം നമ്മൾ എന്ത് ചെയ്യും, ഈ ബാലൻസ് വന്ന എമൗണ്ട് കഴിച്ചിട്ടാണ് നമ്മൾ കൊടുക്കാറ്. അതേപോലെ തന്നെയാണ് നമ്മളെ ഇംപ്രസ്ഡ് സിസ്റ്റത്തിലും വരുന്നത്. അതുകൊണ്ടാണ് അതിന് ഇംപ്രസ്ഡ് സിസ്റ്റം എന്നുള്ള പേര് വന്നത്. ഈ സിസ്റ്റത്തിൽ എന്താണ് സെൻട്രലൈസ്ഡ് സ്റ്റോർസ് വിത്ത് സബ് സ്റ്റോർസിലും സെൻട്രലൈസ്ഡ് സ്റ്റോറിൽ നിന്നും കുറച്ച് ഒരു പീരീഡിന്റെ ഇപ്പൊ മാസത്തിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ കൊല്ലത്തിന്റെ അവസാനത്തിൽ മാസത്തിന്റെ അവസാനത്തിലാണ് അധികം വരാം. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ ബിഗിനിങ്ങില് കുറച്ച് മെറ്റീരിയൽസ് അവർക്ക് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, അവരുടെ ആവശ്യത്തിനുള്ള പ്രൊഡക്ഷൻസിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എടുത്തതിന് ശേഷം ബാക്കി ബാലൻസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബാലൻസ് കഴിച്ചിട്ട് പിറ്റത്തെ മാസം എന്ത് ചെയ്യും, സെൻട്രലൈസ്ഡ് വലിയ സ്റ്റോറിൽ നിന്നും ചെറിയ സ്റ്റോറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ സെൻട്രലൈസ്ഡ് സ്റ്റോർസ് വിത്ത് സബ് സ്റ്റോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ സ്റ്റോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റോറിനെ നമ്മള് ബിന്നുകളായിട്ട് തിരിച്ചു. ബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ കാണുമ്പോൾ ബിന്ന് എന്ന് കാണാം അല്ലെ. ബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതിന്റെ ഉള്ളിൽ പല ഫയലുകൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ. ഒരു ബിന്നിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ കുറെ ഫയലുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഒരു ബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതേപോലെ ഒരു ബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരേപോലത്തെ ഐറ്റംസ്, ഇപ്പൊ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറുള്ള ഐറ്റംസിനെ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബിന്നിൽ ഇതാക്കി വെക്കും. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റോർ എന്ന് പറയുമ്പോൾ അതിൽ പല വിധത്തിലുള്ള ഐറ്റംസ് ഉണ്ടാവും. അപ്പൊ അതിൽ ഒരേപോലത്തെ ഐറ്റംസിനെ ഓരോ ബിന്നിലാക്കിയിട്ട് തരം തിരിച്ചു വെക്കും. അതെന്തിനാ വെച്ചാൽ മെറ്റീരിയൽസിനെ ഐഡന്റിഫൈ ചെയ്യാനും പെട്ടെന്നുള്ള ആ പ്രൊഡക്ഷന്റെ മൂവ്മെന്റിനെ എളുപ്പത്തിനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഈ ബിന്ന് സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ഓഫ് ഇൻവെന്ററി ഓർ മെറ്റീരിയൽസ് ഓർ സ്റ്റോർ കൺട്രോൾ, അഥവാ ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഇത് എപ്പോഴും എസ് ആയിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലുള്ള ഓരോന്നും സെപ്പറേറ്റ് നമുക്ക് ഒരു മാർക്കിന്റെ 2 മാർക്കിന്റെ 4 മാർക്കിന്റെ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഇത്. എപ്പോഴും നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ്. എസ് ആയിട്ട് തന്നെ എന്ന് പറയുന്നതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് എസ് ആയിട്ട് തന്നെ പഠിക്കാം. അതല്ലെങ്കിൽ ഇതില് എപ്പോഴും ചോദിച്ച് കണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ GIT ഇൻവെന്ററി ടെക്നിക്ക് ചോദിക്കാറുണ്ട്, ABC അനാലിസിസ്, വെഡ് അനാലിസിസ്, ഇതൊക്കെ സെപ്പറേറ്റ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചോദിച്ച്. അതേപോലെ EOQ ആണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സെപ്പറേറ്റ് നമുക്ക് എപ്പോഴും ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണുന്നതൊക്കെ. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കാം. ഇതിൽ നിന്ന് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. 9 സിസ്റ്റംസ് ഉണ്ട്, 9 ടെക്നിക്കുകൾ ഉണ്ട്. ഏതൊക്കെയാണ് 9 ടെക്നിക്കുകൾ? ഒന്ന് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്, 2 ഡബിൾ ബിൻ സിസ്റ്റം, സ്റ്റോക്ക് ലെവല്, ഈ സ്റ്റോക്ക് ലെവല്, പിന്നെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി EOQ, മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ, പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം, ഇംപ്രസ്ഡ് സിസ്റ്റം, സെലക്ടീവ് ഇൻവെന്ററി കൺട്രോൾ മെത്തേഡ്സ്. ഈ സെലക്ടീവ് ഇൻവെന്ററി കൺട്രോൾ മെത്തേഡ്സിന്റെ അണ്ടറിലാണ് നമ്മളെ ABC അനാലിസിസും വെഡ് അനാലിസിസും വരുന്നത്. പിന്നെ ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി ടെക്നിക് അഥവാ GIT ഇൻവെന്ററി ടെക്നിക്. ഇതും വളരെ എന്താണ്, ഈ 9 എണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഓരോന്നിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ഞാൻ ജസ്റ്റ് എല്ലാത്തിനും എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. നോക്കൂ, ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. നമ്മുടെ മെറ്റീരിയൽ കൺട്രോൾ ടെക്നിക്സിന്റെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ടെക്നിക് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ്. ഈ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗ്രൂപ്പിംഗ് ഓഫ് മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു ഡയർ നാച്ചർ ഇൻ സ്യൂട്ടബിൾ. ഇപ്പൊ നമ്മള് എന്ത് ചെയ്യാം, മെറ്റീരിയൽസിനെ ഗ്രൂപ്പിംഗ് നടത്തുക. ഒരേ നാച്ചുറിലുള്ള ഒരേ തരത്തിലുള്ള ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോരോ വിഭാഗങ്ങളാക്കി തിരിക്കാം. അതായത് ഗ്രൂപ്പിംഗ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോ എന്താ പറയാ, അത് നമുക്ക് ഈസി ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടും അതിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ എളുപ്പാക്കുക. അപ്പൊ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ നടത്തുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ ഒരേ വിധത്തിലുള്ളതിനൊക്കെ ഒരേ ഡിപ്പാർട്ട്മെന്റ് ഓരോ വിഭാഗങ്ങളാക്കി മാറ്റുക. അപ്പൊ അയണും അലുമിനിയം, അതിനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അയൺ, അലുമിനിയം, കോപ്പർ ഇതൊക്കെ മെറ്റൽസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ മെറ്റൽസ് എന്നുള്ള ഒരു വിഭാഗത്തിലേക്ക് മാറ്റി. പിന്നെ സോപ്പ്, കോട്ടൺ വേസ്റ്റ്, ലൂബ്രിക്കന്റ് അതൊക്കെ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്താണ് അങ്ങനെ ഒരു പേരിട്ടിട്ട് അത് ആ വേറെ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാക്കി മാറ്റി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ടൂൾസ്, ഇപ്പൊ നമ്മള് വല്ല എന്താ പറയാ, നമ്മള് ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടൂൾസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ പിക്കാസ്, കൈക്കോട്ട് അങ്ങനെയുള്ള ഐറ്റംസ്, കത്തി, അതല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനൊക്കെ നമ്മൾ എന്താക്കിയോ അതൊക്കെ ഒരു ടൂൾ വിഭാഗത്തിലൂടെ. അപ്പൊ അതിനൊക്കെ ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗത്തിലേക്ക് ആക്കി മാറ്റും.
അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെ നമ്മള് അതിന്റെ നാച്ചർ അനുസരിച്ചിട്ട് മെറ്റീരിയൽസിന്റെ നാച്ചർ അനുസരിച്ചിട്ട് അവയെ ഗ്രൂപ്പിംഗ് നടത്തുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ. ആ ഒരു ടെക്നിക്കാണ് ഗ്രൂപ്പിംഗ് നടത്തുക എന്നുള്ള ഒരു ടെക്നിക്കാണ് ഫസ്റ്റിൽ തന്നെ പറയുന്നത് ക്ലാസിഫിക്കേഷൻ. ആൻഡ് കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഒരേ തരത്തിലുള്ള മെറ്റീരിയൽസിന് ഓരോ കോഡുകൾ കൊടുക്കുക. അവരെ നമുക്ക് എന്ത് ചെയ്യാണ്, ഈസി ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടും അതേപോലെ അതിന്റെ സിമ്പിൾ എന്താ പറയാ റെഗുലർ ആയിട്ടുള്ള മൂവ്മെന്റിന് വേണ്ടിയിട്ടും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോഡിഫിക്കേഷൻ നടത്തുക. അപ്പൊ കോഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, പിന്നെ ഈ കോഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പുറമെന്ന് മറ്റുള്ളവർക്ക് കാണുമ്പോൾ മനസ്സിലാവാത്ത രീതിയിലോ നമുക്ക് അതിന്റെ ആ ഒരു സീക്രസി അറിയാവുന്ന രീതിയിലായിരിക്കും അധികം കമ്പനികൾ കോഡുകൾ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കോഡിഫിക്കേഷൻ എന്നുള്ളത് എന്താണ്, ഗിവിംഗ് ഡിസ്റ്റിങ്സ് നമ്പേഴ്സ് ഓർ ലെറ്റേഴ്സ് ഓർ സിമ്പിൾസ്, ഒരേ തരത്തിലുള്ള ഒരേ നാച്ചുറലുള്ള ഐറ്റംസിന് നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും നമ്പറോ അതല്ലെങ്കിൽ ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളതോ അതല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ ഉപയോഗിച്ചിട്ടൊക്കെ അതിന് നമ്മൾ സൂചിപ്പിക്കുക, ഓരോ കോഡുകൾ കൊടുക്കാം. അതിനാണ് കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. ഈ കോഡിഫിക്കേഷന്റെ മെത്തേഡ്സ് 3 തരത്തിലാണ് കോഡിഫിക്കേഷൻസ് നമ്മൾ ചെയ്യാറ്. ഒന്ന് ന്യൂമറിക്കൽ മെത്തേഡ്, 2 ആൽഫാബറ്റിക്കൽ മെത്തേഡ്, 3 ആൽഫ ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്. അപ്പൊ എന്ത് ചെയ്യാ, ഫസ്റ്റില് നമ്മൾ ന്യൂമറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ കോഡുകൾ കൊടുക്കുക, കോഡിഫിക്കേഷൻ നടത്തുക. അതിനെയാണ് നമ്മൾ എന്താ പറയാ ന്യൂമറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത്. നെക്സ്റ്റ് ആൽഫബറ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോഡിഫിക്കേഷൻ നടത്തുക. ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സും കുറച്ച് ആൽഫബറ്റ്സും രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്താ പറയാ ആൽഫ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കി വെക്കാം എന്താണ് നമ്മുടെ ഈ കോഡിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ്, അതല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കാം. എന്തൊക്കെയാണ്, ഈസി ഐഡന്റിഫിക്കേഷൻ, നമുക്ക് പെട്ടെന്ന് എന്താ പറയാ മെറ്റീരിയൽസിനെ തിരിച്ചറിയാൻ കഴിയും പെട്ടെന്ന്. പിന്നെ ഇറ്റ് മെയിൻറ്റെയിൻ സീക്രസി ഓഫ് മെറ്റീരിയൽസ്, ആ മെറ്റീരിയൽസിന് സീക്രസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ കോഡിഫിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും, ക്ലാസിഫിക്കേഷൻ. അതേപോലെ എൻഷുർ ക്ലാരിറ്റി, ക്ലിയർ ആയിട്ട് നമുക്ക് ഓരോ വിഭാഗത്തിനും തിരിച്ചറിയാൻ വേണ്ടിയിട്ടും മറ്റും എന്ത് ചെയ്യും, നമുക്ക് ഓരോ മെറ്റീരിയൽസിനും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ സിസ്റ്റം നമ്മളെ സഹായിക്കാറുണ്ട്. നെക്സ്റ്റ് റെഡ്യൂസസ് ക്ലറിക്കൽ വർക്ക്, അതേപോലെ ഈ എഴുത്തുകുത്ത് കണക്ക് ഓരോന്നിന്റെ കണക്ക് സ്റ്റോറിൽ എപ്പോഴും നമ്മള് സ്റ്റോക്കിന്റെ കണക്കുകൾ ഉണ്ടാവും. ആ കണക്കെടുപ്പുകൾ നമുക്ക് എന്ത് ചെയ്യും, എളുപ്പത്തിലാക്കി തരും. അതിന്റെ ആ ഒരു ബർഡൻ നമുക്ക് റെഡ്യൂസ് ചെയ്ത് തരും. അതാണ് റെഡ്യൂസ് ക്ലറിക്കൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്പീഡി മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽസിന്റെ പെട്ടെന്ന് നമ്മൾ ഏത് ഐറ്റം പെട്ടെന്ന് ആവശ്യമായിട്ട് വന്നാലും അത് ഇന്ന സ്ഥലത്തുണ്ടാവും, അതല്ലെങ്കിൽ ഇന്ന കോഡ് കൊടുത്തിട്ടുള്ളത് ഇന്ന ബിന്നിലുണ്ടാവും, അതല്ലെങ്കിൽ ഇന്ന എന്താ പറയാ ഇന്ന വിഭാഗത്തിൽ പെട്ടണമെന്നുണ്ടെങ്കിൽ അതിപ്പോ ഈ ഇതിലുണ്ടാവും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാനും അതിന് പെട്ടെന്ന് തന്നെ ആവശ്യമായി വരുമ്പോ ആ യൂണിറ്റിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് കഴിയുന്നുള്ള അതാണ് ഈസി മൂവ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ മെറ്റീരിയൽ കൺട്രോൾ, മൊത്തമായിട്ടുള്ള മെറ്റീരിയൽ കൺട്രോളിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള ഈ ഒരു ടെക്നിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ടെക്നിക്ക് ഏതാന്നുള്ളതൊന്ന് ശ്രദ്ധിക്കൂ. നമ്മളെ 3ാമത്തെ ടെക്നിക്കാണ് ഡബിൾ ബിൻ സിസ്റ്റം. ഡബിൾ ബിൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റണ്ണിംഗ് ഓർ റെഗുലർ ബിന്ന്, അതല്ലെങ്കിൽ റിസർവ് ഓർ മിനിമം സ്റ്റോക്ക് ബിന്ന്. നമ്മള് ഈ ഡബിൾ ബിൻ സിസ്റ്റത്തില് ഈച്ച് മെറ്റീരിയൽസ് എല്ലാ മെറ്റീരിയൽസിനും ഓരോ വിഭാഗത്തിലുള്ള മെറ്റീരിയൽസിനും രണ്ട് ബിന്നെ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ഈ 2 ബിന്ന് എന്ന് പറഞ്ഞാൽ ഒരു ബിന്നിൽ നിന്ന് പറഞ്ഞാൽ അത് റണ്ണിംഗ് ഓർ റെഗുലർ ബിന്നാണ്. അഥവാ അതിന് ഡേ ടു ഡേ നമ്മൾ മെറ്റീരിയൽസ് എടുത്തുകൊണ്ടിരിക്കും. ബട്ട് 2ാമത്തെ ബിൻ എന്ന് പറഞ്ഞാൽ റിസർവ് ഓർ മിനിമം സ്റ്റോക്ക് ബിൻ. അതൊന്നും സർവ്വസാധാരണ നമ്മൾ എടുക്കാറില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്, റണ്ണിംഗ് ഓർ റെഗുലർ ബിന്ന്. ഫസ്റ്റ് ബിന്ന് എക്സോസ്റ്റ് ആയാൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, അതിലില്ലാത്തൊരു സ്റ്റേജ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, ഫുള്ളായിട്ട് കഴിഞ്ഞാൽ മാത്രം റിസർവ് എന്ന് എടുക്കും. അത് റിസർവ് അത്ര അത്യാവശ്യം വരുമ്പോൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റിസർവില് കരുതി വെക്കുന്നതാണ്. തീരെ കിട്ടാത്തൊരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റിസർവ് ഉള്ളത് നമ്മൾ എടുക്കും. അങ്ങനെ എല്ലാ വിവിധ മെറ്റീരിയൽസിനെയും ഫോർ ഈച്ച് മെറ്റീരിയൽസ് എന്താ പറയാ 2 തരത്തിലുള്ള ബിന്നുകളാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. ഒന്നെന്താണ് റണ്ണിംഗ് ഓർ റെഗുലർ ബിന്നും, 2 റിസർവ് ഓർ മിനിമം സ്റ്റോക്ക് ബിന്നുമാണ് ഉണ്ടായിരിക്കുക. അതാണ് 2ാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഡബിൾ ബിൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ 3ാമത്തെ ടെക്നിക്ക് എന്താണ്, സ്റ്റോക്ക് ലെവലാണ്. ഈ സ്റ്റോക്ക് ലെവലിന്റെ അവിടുന്ന് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്, പ്രോബ്ലംസ് ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അതിന്റെ ഈ സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓരോ സ്റ്റോക്ക് ലെവലിന്റെ ഓരോ ലെവലില് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
ഒരു 5 ലെവലുകൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? മാക്സിമം ലെവൽ ഓഫ് ഇൻവെന്ററി, അതല്ലെങ്കിൽ സബ്മിറ്റ് ലെവൽ. ഈ മാക്സിമം ലെവൽ തന്നെ നമ്മൾ എന്താ പറയുക സബ്മിറ്റ് ലെവൽ എന്നുള്ളൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. പിന്നെ മിനിമം ലെവൽ ഓഫ് ഇൻവെന്ററി, അതേപോലെ അതിന് ഈ മിനിമം ലെവലിനെ പറയപ്പെടുന്ന മറ്റു 2 പേരുകളാണ് സേഫ്റ്റി ഓർ ബഫർ സ്റ്റോക്ക്. പിന്നെ എന്താണ്? റീഓർഡർ ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ, ഡേഞ്ചർ ലെവൽ. ഇങ്ങനെ 5 തരത്തിലുള്ള സ്റ്റോക്കിന്റെ ലെവലുകളാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. മാക്സിമം ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു മാനുഫാക്ചറിംഗ് കൺസേണിനും ഒരു മാക്സിമം ലെവലിലുള്ള ഒരു സ്റ്റോഴ്സിൽ നമ്മുടെ അതിന്റെ സ്റ്റോറിൽ എന്താ പറയാ മാനുഫാക്ചറിംഗ് കൺസേണിന്റെ സ്റ്റോഴ്സില് മാക്സിമം ഇത്ര വരെ പാടുള്ളൂ എന്നുള്ളൊരു അതെന്താന്ന് വെച്ചാൽ ഓവർ സ്റ്റോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാക്സിമം ഇത്ര വരെ പാടുള്ളൂ എന്നുള്ള ഒരു ഇത് നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും, ഒരു ലെവൽ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ആ ഓവർ സ്റ്റോക്കിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മാക്സിമം ലെവൽ ഓഫ് ഇൻവെന്ററി നമ്മൾ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. മാക്സിമം ലെവൽ ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് സബ്മിറ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന്റെ മുകളിലോട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ സ്റ്റോക്കിന്റെ ലെവൽ ഉയരാൻ പാടില്ല. അനാവശ്യമായിട്ട് നമ്മൾ വാങ്ങിച്ച് കൂട്ടി എടുത്തു വെക്കാൻ പാടില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ. അപ്പൊ അതാണ് എന്താണ് മാക്സിമം എത്ര വരെ നമുക്ക് സ്റ്റോക്ക് വേണ്ടി വരും എന്നുള്ളത് നിശ്ചയിക്കുന്ന ലെവലാണ് എന്ത് പറയുന്നത്? മാക്സിമം ലെവൽ ഓഫ് ഇൻവെന്ററി. ഈ മാക്സിമം ലെവൽ ഓഫ് ഇൻവെന്ററി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് മാക്സിമം ലെവൽ കാണാനുള്ള ഇക്വേഷൻ? എന്താണ്? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി. റീഓർഡർ ലെവലും റീഓർഡർ ക്വാണ്ടിറ്റിയും എന്ത് ചെയ്യുക? കൂട്ടിയിട്ട് അത് രണ്ടും ആഡ് ചെയ്തിട്ട് റീഓർഡർ ലെവലും റീഓർഡർ ക്വാണ്ടിറ്റിയും ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും മിനിമം കൺസംഷനും മിനിമം റീഓർഡർ പീരീഡിന്റെയും മൾട്ടിപ്പിൾ ചെയ്ത തുക എന്ത് ചെയ്യുക? കുറച്ച് കാണിക്കാം. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് മാക്സിമം ലെവൽ കിട്ടും. മാക്സിമം ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ. അപ്പൊ രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ മിനിമം ലെവലാണ്. മിനിമം ലെവൽ അതല്ലെങ്കിൽ സേഫ്റ്റി ഓർ ബഫർ സ്റ്റോക്ക്. ഈ മിനിമം ലെവൽ തന്നെ പറയുന്ന മറ്റ് 2 പേരുകളാണ് സേഫ്റ്റി ഓർ ബഫർ സ്റ്റോക്ക്. അപ്പൊ മിനിമം ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ മാക്സിമം ലെവലിന്റെ മുകളിലോട്ട് പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മിനിമം ലെവൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും. മിനിമം ലെവൽ എന്ന് പറഞ്ഞാൽ മിനിമം നമ്മുടെ സ്റ്റോറിൽ കീപ്പ് ചെയ്ത് വെക്കേണ്ട ആ ഒരു ലെവൽ ഉണ്ടല്ലോ, ഇത്രയെങ്കിലും മിനിമം എപ്പോഴും കരുതി വെക്കണം എന്ന് പറയാലോ, ആ ഒരു ലെവലാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് അത് മിനിമം ലെവൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? റീഓർഡർ ലെവലിൽ നിന്നും നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് ആണ്. റീഓർഡർ ലെവല് മിനിമം ലെവൽ കാണാൻ വേണ്ടിയിട്ട് റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. ഈ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കാം. അതിൽ തന്നെ നോർമൽ ഓർ ആവറേജ് ഈ റീഓർഡർ പീരീഡ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മിനിമം റീഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരീഡ് ഡിവൈഡഡ് ബൈ 2. ഈ റീഓർഡർ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ സ്റ്റോഴ്സിൽ നിന്ന് ഏകദേശം എന്ത് ചെയ്യുക? മെറ്റീരിയൽസ് എടുത്ത് നമ്മളെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ ടൈമിൽ എന്ത് ചെയ്യാണ്? ഇതിപ്പോ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങൾ കഴിയാനാകുമ്പോ തന്നെ നമുക്കറിയാം സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഇത് വരുമല്ലോ. അതേപോലെ തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അതിന്റെ മെറ്റീരിയൽസ്, അതല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ സപ്ലൈസിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മളെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു മെറ്റീരിയൽസ് തീരാനാവുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് ഫുള്ള് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ ഇരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് കിട്ടാത്തൊരു സ്റ്റേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ അവിടെ നിർത്തി വെക്കേണ്ട ഒരു ഇത് വരും. അപ്പൊ നമ്മുടെ ഡിമാൻഡിനനുസരിച്ചിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയാത്ത ഒരു സ്റ്റേജ് വരും. സപ്ലൈ നിന്ന് പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനനുസരിച്ച് പ്രൊഡക്റ്റ് കിട്ടാനില്ലാത്ത ഒരു അവസ്ഥ വരുമ്പോ അവിടെ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ആളുകള് നമ്മുടെ കസ്റ്റമേഴ്സ് മറ്റു പ്രൊഡക്ട്സിനെ അതേ ഇതിൽ തന്നെ കിട്ടുന്ന സെയിം പ്രൊഡക്ട്സ് മറ്റു കമ്പനികളുടെ വാങ്ങിക്കും. അപ്പൊ നമ്മുടെ കമ്പനിയുടെ ഡിമാൻഡ് അവിടെ ഇടിയും, അങ്ങനെ തന്നെ പ്രോഫിറ്റും ലോസ് ആവും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒരു മിനിമം ലെവലിലുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ കരുതി വെക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോക്ക് തീരാനായി, നമ്മുടെ മെറ്റീരിയൽസിന്റെ സ്റ്റോക്ക് തീരാനായി എന്നുള്ളത് അറിയുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത പുതിയ സ്റ്റോക്കിന് പുതിയ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിന് നമ്മൾ ഓർഡർ കൊടുക്കും. ആ ഓർഡർ കൊടുക്കുന്ന ആ ഒരു പീരീഡ് ആണ് എന്ത് പറയുന്നത്? നമ്മളെ റീഓർഡർ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റീഓർഡർ പീരീഡ് തന്നെ നമ്മൾ മറ്റു 2 പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ലീഡ് ടൈം അതല്ലെങ്കിൽ ഡെലിവറി പീരീഡ് എന്നുള്ള 2 പേരിലും കൂടി അറിയപ്പെടുന്നത്. എന്താണ്? ലീഡ് ടൈം അതല്ലെങ്കിൽ ഡെലിവറി പീരീഡ് എന്നുള്ള 2 പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഇപ്പൊ നമ്മൾ നോർമൽ ഓർ ആവറേജ് റീഓർഡർ പീരീഡ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? മിനിമം റീഓർഡർ പീരീഡ്
പ്ലസ് മാക്സിമം റീ ഓർഡർ പീരീഡ്. ഏകദേശം എത്രത്തോളം എത്തുമ്പോഴാണ് നമ്മൾ വീണ്ടും ഓർഡർ ചെയ്യേണ്ടത്, ഏകദേശം എത്രത്തോളം എത്രയും താഴോട്ട് പോവാൻ പാടില്ല, അതാണ് മിനിമം റീ ഓർഡർ പീരീഡ്, മാക്സിമം റീ ഓർഡർ പീരീഡ്. അപ്പം എന്താ പറയാ, ഇവിടെ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് അത് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഓർ ആവറേജ് റീ ഓർഡർ പീരീഡ് കിട്ടും. ഇതിൽ നിന്നും എന്താ പറയാ, നെക്സ്റ്റ് നമുക്ക് മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് എന്താണ്, റീ ഓർഡർ ലെവലാണ്. റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. എപ്പോഴാണ് നമുക്ക് പുതിയ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജാണ്, ആ ഒരു ലെവലാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെന്താണ്, അത് കാണാൻ വേണ്ടിട്ട് നമ്മൾ മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ്, മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ് ആണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നാലാമത്തെ ലെവൽ എന്ന് പറഞ്ഞാല് ആവറേജ് സ്റ്റോക്ക് ലെവലാണ്. അപ്പൊ നമ്മള് ഒരു ആവറേജ് ലെവലിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, കൂടാനും പാടില്ല കുറയാനും പാടില്ല, സ്റ്റോക്ക് കൂടാനും പാടില്ല കുറയാനും പാടില്ല എന്നുള്ള ആ ഒരു സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആവറേജ് ലെവലിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു സ്റ്റേജാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ആവറേജ് സ്റ്റോക്ക് ലെവൽ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി, മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യാണ്ട് ആവറേജ് സ്റ്റോക്ക് ലെവൽ കാണുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഇക്വേഷൻ. നെക്സ്റ്റ് ഡേഞ്ചർ ലെവലാണ്. ഡേഞ്ചർ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിനിമം ലെവലിൽ നിന്നും താഴോട്ട് പോകുന്ന ഒരു സ്റ്റേജാണ്. അഥവാ ഒരിക്കലും മിനിമം ലെവലിൽ നിന്ന് താഴോട്ട് പോകരുത്, ഫോളോ ചെയ്യാൻ പാടില്ല സ്റ്റോക്കിന്റെ ലെവല്. ബട്ട് എന്ത് ചെയ്യാ, അത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത് നമുക്ക് പറയാം. ആ ഒരു ലെവലിലാണ് നമ്മൾ എന്താ പറയാ, ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. അങ്ങോട്ട് ഒരിക്കലും കയറാണ്ട് നമ്മൾ മാക്സിമം നോക്കുക എന്നുള്ളതാണ് ഡേഞ്ചർ ലെവലിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ ഡേഞ്ചർ ലെവലിനെ തന്നെ ഡേഞ്ചർ വാർണിംഗ് ലെവൽ എന്നുള്ള ഒരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഈ ഡേഞ്ചർ ലെവൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ് ഫോർ എമർജൻസി പർച്ചേസ്. അത്രയും എമർജൻസി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വരുമല്ലോ. ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ് ഫോർ എമർജൻസി പർച്ചേസ്. അതല്ലാന്നുണ്ടെങ്കിൽ മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ്. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ ഓർഡർ ലെവലിന്, സ്റ്റോക്ക് ലെവലിന്, സ്റ്റോഴ്സിന്റെ സ്റ്റോക്ക് ലെവലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതിന്റെ ഒരു ചെറിയ പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കി നോക്കാം. ശ്രദ്ധിക്കൂ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫ്രം ദ ഫോളോവിംഗ് ഡാറ്റ കാൽക്കുലേറ്റ് സ്റ്റോക്ക് ലെവൽ. ഈ നമുക്ക് ഈ തന്നിട്ടുള്ള വിവരങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോഴ്സിന്റെ സ്റ്റോക്ക് ലെവലുകൾ, നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള 4-5 ലെവലുകൾ ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എന്താണ് ഈ സ്റ്റോഴ്സിന്റെ സ്റ്റോക്ക് ലെവലുകൾ കാണിക്കാൻ വേണ്ടിട്ട് നമുക്ക് തന്നുള്ള ഡാറ്റാസ് എന്താണ്, മാക്സിമം യൂസേജ് ഇൻ എ മന്ത്. ഒരു മാസത്തിൽ നമുക്ക് മാക്സിമം യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്, അഥവാ മാക്സിമം കൺസംഷൻ, നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ മാക്സിമം കൺസംഷൻ എത്ര, 300 ആണ് നമ്പേഴ്സിൽ പറയുമ്പോൾ. മിനിമം യൂസേജോ മിനിമം കൺസംഷൻ 200, ഇവിടെ 300, ഇത് 200. ആവറേജ് കൺസംഷൻ എത്രയാണ് വരുന്നത്, 225 ആണ് വരുന്നത്. അപ്പൊ ടൈം ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ടൈം ലാഗ് എന്ന് പറഞ്ഞാല് റീ ഓർഡർ പീരീഡിന്റെ മറ്റൊരു പേരാണ് ടൈം ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്കുള്ള റീ ഓർഡർ പീരീഡ് ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ഈ തന്നിട്ടുള്ളത് എത്രയാണ്, മാക്സിമം റീ ഓർഡർ പീരീഡ് എത്ര, 6 മന്ത്, മിനിമം റീ ഓർഡർ പീരീഡ് 2 മന്തും. റീ ഓർഡർ ക്വാണ്ടിറ്റി എത്ര വരുന്നത്, 750 നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓരോ സ്റ്റോക്ക് ലെവലുകളും കാണണം. അപ്പം ഓരോ സ്റ്റോക്ക് ലെവലുകളും കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾക്ക് മാക്സിമം ലെവലും മിനിമം ലെവലും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ റീ ഓർഡർ ലെവൽ വേണം. ആ ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, റീ ഓർഡർ ലെവൽ കണ്ടിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, മിനിമം ലെവൽ മാക്സിമം ലെവലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ റീ ഓർഡർ ലെവല് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ് ആണ്. മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്, മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ് തന്നെയാണ്. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കി നോക്കാം. ആദ്യത്തിൽ നമുക്ക് റീ ഓർഡർ ലെവൽ കാണാം. റീ ഓർഡർ ലെവൽ ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു maximum reorder period. Maximum consumption into maximum reorder period. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, നമുക്ക് മാക്സിമം കൺസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം കൺസംഷൻ എത്രയാണ്, 300 ആണ്.
300 ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് എത്രയാണ് വരുന്നത്? മാക്സിമം റീഓർഡർ പീരീഡ് വരുന്നത് 6 മന്ത് ആണ്. അപ്പൊ 300 ഇൻറ്റു 6 ആണ് നമുക്ക് വരുന്നത്. 300 ഇൻറ്റു 6 എത്ര നമുക്ക് വരുന്നത്? 1800 വരും. 1800 വരും അല്ലെ? 1800 വരും. 1800 തന്നെയാണ്. അപ്പൊ അതെന്ത് ചെയ്യണം? 1800 നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മള് ഒന്ന് നമ്പേഴ്സ് ഉള്ളതൊന്നും കാണിക്കാം. പിന്നെ നമുക്ക് രണ്ടാമത്തെ ലെവൽ നമ്മൾ കാണേണ്ടത് എന്താണ്? മാക്സിമം ലെവലാണ്. മാക്സിമം ലെവൽ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കി വെക്കാം. അടുത്തത് മാക്സിമം ലെവൽ കാണുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമ്മള് റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി reorder level plus reorder quantity, reorder level plus reorder quantity into minus into and the minimum consumption into minimum reorder period. Minimum consumption into minimum reorder period minus into term. Minimum consumption into minimum consumption into minimum reorder period. Minimum reorder period. അപ്പൊ നമുക്ക് നോക്കിയാക്കാം എത്രയാണ് വരിക? റീഓർഡർ ലെവൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ കണ്ടുപിടിച്ചു 1800 ആണ്. 1800 പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി എത്ര വരുന്നത്? നമുക്ക് റീഓർഡർ ക്വാണ്ടിറ്റി ഇവിടെ തന്നിട്ടുണ്ട് 750 ആണ്. മൈനസ് എന്ത് ചെയ്യാം? മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. മിനിമം കൺസംഷൻ എത്രയാണ് വരുന്നത്? മിനിമം കൺസംഷൻ 200 ആണ് വരുന്നത്. ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് ആണ് വരുന്നത്. മിനിമം റീഓർഡർ പീരീഡ് എവിടെ? 2 മന്ത് ആണ് വരുന്നത്. അപ്പൊ മിനിമം റീഓർഡർ പീരീഡ് 2 ചെയ്തു. അപ്പൊ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരിക? 400 ഇവിടെ എത്ര? 2150. അപ്പൊ നമുക്ക് എത്ര കിട്ടും? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാട്ടോ. നമുക്ക് ടൈം ലാഗ് ആവും. അതുകൊണ്ട് 2150 ആണ്. 2150 നമ്പേഴ്സിൽ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ നമ്മള് റീഓർഡർ ലെവല് കണ്ടു, മാക്സിമം ലെവല് കണ്ടു. ഇനി നമ്മളടുത്ത് കാണാനുള്ളത് എന്താണ്? മിനിമം ലെവലാണ് കാണാനുള്ളത്. അപ്പൊ മിനിമം ലെവൽ കാണാൻ എഴുതാൻ ഇവിടെ ഉള്ള സ്ഥലമല്ല. അപ്പൊ ഞാന് ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യാം. എന്നിട്ട് ഞാന് നെക്സ്റ്റ് എഴുതാപ്പോ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ആക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെ മിനിമം ലെവലാണ്. മിനിമം ലെവലിന് മൂന്നാമത്തത് മിനിമം ലെവല്. മിനിമം ലെവൽ കാണുന്നതിന് വേണ്ടിട്ട് എന്ത് ചെയ്യുക? റീഓർഡർ ലെവൽ മൈനസ് മാക്സിമം നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. റീഓർഡർ ലെവൽ മൈനസ് normal consumption into normal or average down. Normal consumption into normal reorder period. ഓർക്ക് വരുത്തിയിട്ട് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അതാണ് നോർമൽ റീഓർഡർ പീരീഡ്. അപ്പൊ ഇതിൽ ഈ നോർമൽ റീഓർഡർ പീരീഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. നോർമൽ റീഓർഡർ പീരീഡ് നമുക്ക് തന്നിട്ടില്ല. നോർമൽ റീഓർഡർ പീരീഡ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം റീഓർഡർ ലെവൽ പ്ലസ് മിനിമം റീഓർഡർ ലെവൽ ഡിവൈഡഡ് ബൈ 2. അപ്പൊ അതും നമുക്ക് ആദ്യം കാണാം. നോർമൽ റീഓർഡർ പീരീഡ് equal to maximum reorder period plus maximum reorder period
പ്ലസ് മിനിമം റീഓർഡർ പീരീഡ് ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇവിടെ എത്ര വരിക? 6 2 6 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 8 ബൈ 2 4 അല്ലേ? 4 കിട്ടും. അപ്പൊ ഇവിടെ എത്രയാണ്? ഇത് മന്ത്സിലാണ് വരുന്നത്. അപ്പൊ 4 months. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇത് നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. റീഓർഡർ ലെവല് നമുക്ക് എത്രയാണ്? റീഓർഡർ ലെവൽ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ചെയ്തതിലുണ്ട്. റീഓർഡർ ലെവൽ 1800 ആണ്. അപ്പൊ ഈ റീഓർഡർ ലെവലിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യാം? 1800 എന്ന് കൊടുക്കുക. അത് നമ്മൾ മായ്ച്ചു പോയ ഭാഗത്തുണ്ട് കേട്ടോ, അതൊന്ന് നോക്കാം. 1800 മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് ആണ്. അപ്പൊ നമുക്ക് നമ്മളെ നോർമൽ കൺസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ആവറേജ് തന്നിട്ടുണ്ടല്ലോ. ഈ ആവറേജ് കൺസംഷൻ ആണ് നമ്മുടെ നോർമൽ കൺസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡൗട്ട് ആവണ്ട. ആവറേജ് കൺസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നോർമൽ കൺസംഷൻ ആണ്. അപ്പൊ എനിക്ക് തന്നെ ഒന്ന് ഡൗട്ടായി. അപ്പൊ എന്ത് ചെയ്യാം? ഈ ആവറേജ് നോർമൽ കൺസംഷൻ എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യാം? നോർമൽ കൺസംഷൻ 225 ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് എത്ര വരും നമുക്ക്? നമ്മൾ കണ്ടുപിടിച്ചില്ലേ? 4. അപ്പൊ ഇത് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുന്നത്? 900 നമ്പേഴ്സ് കിട്ടും കേട്ടോ. ഇത് നിങ്ങൾ ഇതിൽ ചെയ്യാം, കാൽക്കുലേറ്ററിൽ ചെയ്യാം. 900 നമ്പേഴ്സ് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം? ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മിനിമം ലെവൽ കാണുന്നതിന് വേണ്ടിയിട്ട് റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. ഇതിൽ നോർമൽ റീഓർഡർ പീരീഡ് കാണുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം റീഓർഡർ പീരീഡ് പ്ലസ് മിനിമം റീഓർഡർ പീരീഡ് ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമുക്ക് എന്താ പറയാ, നമ്മള് മിനിമം റീഓർഡർ പീരീഡ് മാക്സിമം റീഓർഡർ പീരീഡും ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്തു. 8/2 4 months. അപ്പൊ എന്ത് ചെയ്തു? നമ്മള് നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നോർമൽ റീഓർഡർ പീരീഡ് അപ്ലൈ ചെയ്ത് ഇവിടെ കിടക്കുന്ന നമ്മുടെ നോർമൽ കൺസംഷൻ എടുത്ത് എഴുതി. അങ്ങനെ നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 900 നമ്പേഴ്സ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി നമുക്ക് ചെയ്യാനുള്ളൂ. അടുത്തത് ആവറേജ് സ്റ്റോക്ക് ലെവൽ കാണണം. ആവറേജ് സ്റ്റോക്ക് ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവലാണ് നമുക്ക് കാണാനുള്ളത്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി. മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി. മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടുക? മിനിമം ലെവൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത ഭാഗത്തുണ്ട് 900 ആണ്. 900 ഡിവൈഡഡ് ബൈ ഹാഫ് ഓഫ് 900 പ്ലസ് 1/2. റീഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 750. ദെൻ നമുക്ക് കിട്ടും എത്ര കിട്ടുന്നത്? നമുക്ക് 1275 ആണ് നമുക്ക് കിട്ടുക കേട്ടോ. 1275 നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മതി. ഇനി നാളത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പൊ എക്സാമായി നാളെ തൊട്ടിട്ട് നമുക്ക് പ്രോബ്ലംസ് കൂടുതൽ ചെയ്യാം. LIFO ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ യോക്കും നെക്സ്റ്റ് വരുന്ന യോക്കും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. അപ്പൊ മാക്സിമം പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ചോദിക്കാൻ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗങ്ങൾ എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാ, എടുത്തു തരുന്നുണ്ട്. ഓക്കെ.